ഹായ് ഫ്രണ്ട്സ്, വിജി രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. തനി നാടൻ രീതിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചൂരമീൻ കറിയുടെയും ചൂരമീൻ ഫ്രൈയുടെയും റെസിപ്പിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചൂരമീനിനോട് അംഗമെല്ലാം കഴിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലി വേറെ, ഇറച്ചി വേറെ, നെമ്മീൻ ചൂരമീനാണ് കേട്ടോ. അപ്പം മുള്ളിൻ്റെ ഭാഗം കറി വയ്ക്കാൻ എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ഇത് കഴുകി വൃത്തിയാക്കി ഇവിടെ റെഡിയായിട്ടുണ്ട്. കറി വയ്ക്കണം. നമുക്കത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇങ്ങോട്ട് നോക്കൂ, ഇതാ കണ്ടോ, ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പീസസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മസാല ചേർക്കണം. മസാല എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ മസാലയാണ് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം മസാലയും ഉപ്പും. ഈ ഗരം മസാല സ്പൈസസ് എല്ലാം ഞാൻ വീട്ടിൽ വാങ്ങി പൊടിച്ച് തയ്യാറാക്കുന്നതാണ്. പ്രത്യേക ഒരു മണമാണ്. വെളിച്ചെണ്ണയിൽ കുഴച്ച് അരമണിക്കൂർ അവിടെ വെച്ചേക്കാം, ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. പച്ചക്കരയ്ക്കുവാണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, തേങ്ങ, കറിവേപ്പില, പുളി ഇത്രയും കൂടി നല്ലോണം ചേർത്ത് അരയ്ക്കുക. ഉള്ളി ചേർക്കും, പക്ഷേ ഞാനിവിടെ പട്ടികളുള്ളത് കാരണം ഉള്ളി ചേർക്കാറില്ല. പിന്നെ അത് അവിടെ എന്താണ്, മുരിങ്ങക്കോലുണ്ട്, ഇരുമ്പം പുളി, ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം ഇരുമ്പം പുളിയാണ് കേട്ടോ. അതിൻ്റെ അഹങ്കാരം ഒന്നും എനിക്കില്ല. തൊണ്ടമുളകുണ്ട്, തൊണ്ടമുളക് മുഖ്യമാണ് ബഹിലെ എന്ന് പറയുന്ന പോലെ ഇവിടെ പച്ചമുളകും തൊണ്ടമുളകും ഉണ്ട്. അതെല്ലാം നമുക്ക് പീസസ് ആക്കി എടുക്കാം. അപ്പോൾ മസാല പുരട്ടി ഞാൻ ഇവിടുത്തെ ഫ്രൈന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് ഇതിനെ കയറ്റാം. മുരിങ്ങക്കോലെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കട്ട് 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 എല്ലാം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നല്ല മഷി പോലെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തിൻ്റെ മീനിൻ്റെ പേസ്റ്റ്. അപ്പോൾ നമുക്കിനി മീനും ഈ അരപ്പും എല്ലാം കൂടി കലക്കി അങ്ങോട്ട് അടുപ്പിൽ വെക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് മുരിങ്ങക്കോലെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി അവിടെ കിടന്ന് തിളയ്ക്കട്ടെ, അങ്ങനെ തിള വരട്ടെ. അത് തിളയ്ക്കുന്ന തിള കണ്ടോ. അതിനുശേഷം ഞാനിവിടെ എന്താണ് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പയുണ്ട്, കപ്പ വേണം കേട്ടോ മീൻ കറിക്ക്. അത് മസ്റ്റാണ് കേട്ടോ ഈ ചൂര മീൻ കറിക്ക്. അതായത് ഈ പച്ചക്ക് അരച്ചിങ്ങനെ വെക്കുന്നത്. അപ്പം ഞാനിത് കറിവേപ്പില, ഉലുവാപ്പൊടി, പിന്നെ ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒരു പരുവായിട്ട് അവിടെ മീൻ കറി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. കപ്പ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതിന് താളിപ്പ് ആവശ്യമാണ്. അതായത് സവാള, നമ്മൾ താളിക്കുന്ന ആസ്യൂഷ്വൽ സാധനങ്ങളെല്ലാം കൂടി അങ്ങോട്ട് താളിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ താളിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കപ്പയ്ക്ക്. ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, അതിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് അതിലേക്ക് നമ്മുടെ എന്താ പറയേണ്ട മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരു 3 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നാളത്തേക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും അടിപൊളിയായിട്ട് അവിടെ മീൻ ഫ്രൈയും ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന രീതി തന്നെയാണ്. പിന്നെ എൻ്റെ ചാനലിനൊരു വീഡിയോ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ട, സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കപ്പ ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് താളിപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് താളിച്ചിങ്ങനെ എടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ കപ്പയും അതുപോലെ മീൻകറി ഇവിടെ റെഡി. ഇനി മീൻ കറി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ മീനിൻ്റെ പീസസൊക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം ആ സവാളയും വെളുത്തുള്ളിയും കൂടി ആ എണ്ണയിൽ ആ മസാലയെ കിടന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്, ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ റെസിപ്പി കാണുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. ഇതിന് മുമ്പേ ഇതുപോലത്തെ റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി. മീൻ ഫ്രൈയും മീൻ കറിയും കപ്പയും ഉണ്ട്, കൂടെ ചൂട് കഞ്ഞി വെള്ളം വേറെ ലെവലാണ്. ഒന്ന് നിങ്ങൾ കഴിച്ചു നോക്കുക കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ വലിയേറെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.